ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ലെമൺ ഇഡ്ലിയാണ്. എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ? വണ്ടർഫുൾ ആണ്, സൂപ്പർ ടേസ്റ്റ് ആണ് ലെമൺ ഇഡ്ലി. പിന്നെ കൂടെ തന്നെ ഇന്നത്തെ ചർച്ചാ വിഷയം സിബ്ലിങ്സ്, കൂടപ്പിറപ്പ്. ഓക്കെ, വിൻചേച്ചിക്ക് എന്താണ് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടോ? വിൻചേച്ചിക്ക് കൂടപ്പിറപ്പ് ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും വിഷമം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഈ ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വരൂ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ലെമൺ ഇഡ്ലി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം മിനി ഇഡ്ലിയുടെ തട്ടിലാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഏത് ഇഡ്ഡലി വേണമെങ്കിലും ഒഴിച്ചിട്ട് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് അതിനെ കട്ട് ചെയ്യാം ചെറുതായിട്ട്. മിനി ഇഡ്ഡലി ആണെങ്കിൽ കാണാനും ഭംഗി, എടുത്തു കഴിക്കാനും ഓക്കെയാണ്. പിള്ളേർക്കാണെങ്കിലും അതൊരു വിഷയമായിരിക്കില്ല. സോ മിനി ഇഡ്ഡലിയുടെ തട്ടിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് എന്താണ് പറയുക, അധികം പുളിക്കാത്ത നമ്മുടെ ആ ഒരു ഇഡ്ഡലി മാവിൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ബിക്കോസ് ഇത് ഓൾറെഡി പുളിയുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ്. പിന്നെ മിനി ഇഡ്ഡലി ഒഴിക്കുമ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി ഒഴിക്കുക. വലിയ കയ്യിലെടുത്ത് ഒഴിക്കാതെ ചെറിയ സ്പൂണിലൊക്കെ വെച്ച് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ആസ് യൂഷ്വൽ തന്നെ ഇഡ്ഡലി ചെമ്പ് നമ്മൾ റെഡിയാക്കുന്നു. എന്നതിന് ശേഷം ഞാൻ ഈ മിനി ഇഡ്ഡലിയുടെ സ്റ്റാൻഡ് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. അതിനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ആസ് യൂഷ്വൽ ഉണ്ടാക്കുന്നു. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ ഇഡ്ഡലിയുടെ പ്രോസസ്സാണ്. കടുക്, വറ്റൽമുളക്, കടലപ്പരിപ്പ്, ഇത് പിന്നെ കുറച്ച് കരിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കടുവറ ഇതിലേക്ക് ഒരു വലിയ സവോള ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറക്കുന്നു. അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഈ ഒരു സംഭവത്തിന് കംപ്ലീറ്റ് വേണ്ട ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കുക. ഓക്കെ, നല്ല ബ്രൗൺ കളർ ആവണം. ഈ ഒരു ഉള്ളി നല്ലപോലെ മൂക്കണം, എന്നാൽ മാത്രമേ നന്നായിരിക്കുള്ളൂ. ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇഡ്ഡലിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ ഇഡ്ഡലിയും ഉള്ളിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മൊരിയിക്കണം. നല്ല പോലെ മൊരിയിക്കുന്നവരും ഉണ്ട്, ഒരു പദത്തിലെടുക്കുന്നവരും ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ബിക്കോസ് അല്ലെങ്കിൽ കയ്പ്പ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ലെമൺ ഇഡ്ലി എന്ന് പറയുന്നത്. അപ്പോൾ വരൂ, നമുക്ക് ലെമൺ ഇഡ്ലി കഴിക്കാം. അപ്പൊ വാങ്ങോ, സാപ്പിടലാം ലെമൺ ഇഡ്ലി. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, അസുഖമൊന്നുമില്ല. ഞാൻ മുഖം കഴുകിയിട്ട് വന്നതാണ്. താമരക്കുളം വൃത്തിയാക്കുകയായിരുന്നു. പായലൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ ആഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോവുക. എന്നിട്ട് എന്താ പറയുക, വെയില്, ചൂട് എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞ് വൃത്തിയാക്കി വന്ന് ഇതപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുകയാണ്. സോ മുഖം മാത്രമേ കഴുകിയിട്ടുള്ളൂ. ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. സോ അസുഖങ്ങളൊന്നും തന്നെ ഇല്ല. എന്തുകൊണ്ട് പൊട്ടിവെച്ചില്ല എന്നൊന്നും ചോദിക്കേണ്ട, ഞാൻ അങ്ങനെ വന്നിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മുടെ ലെമൺ ഇഡ്ലി സാപ്പിടലാം. സൂപ്പർ ടാങ്കി. ഇത് നന്നാരി സർബത്ത് അല്ല കേട്ടോ, ഐസ് ടീ ആണ്. പീച്ച്. ഓക്കെ, അപ്പോൾ ഇന്ന് ചർച്ചാ വിഷയം എന്താണ്? ചോദിച്ച ചോദ്യം, ഒരു കുട്ടിയായിട്ട് ജനിച്ചതുകൊണ്ട് വിൻചേച്ചിക്ക് ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? സിബ്ലിങ്സ് ആരും ഇല്ലാതെ പോയതുകൊണ്ട് വിൻചേച്ചിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടോ? അതേമാതിരി തന്നെ എന്താ പറയാ, ഏതെങ്കിലും സമയങ്ങളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ജനിച്ചുവല്ലോ എന്നുള്ള വിഷമമുണ്ടോ? എന്താ വെച്ചാ, ഞങ്ങൾക്ക് ഇപ്പൊ ഒരു മോളാണ്. ഞങ്ങൾക്കൊരു സെക്കൻഡ് കുട്ടി വേണോ, ഇല്ലെങ്കിൽ മോൾക്ക് അതൊരു പ്രശ്നമാവോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസിലുള്ള പല കപ്പിൾസ്, അവരുടെ ചോദ്യമാണിത്. അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ കുടുംബ വിഷയത്തിൽ, ചർച്ചാ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന ടോപ്പിക് സിബ്ലിങ്സ്, സിംഗിൾ ബോൺ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച്, ഇന്നത്തെ ജനറേഷനിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ
നിങ്ങൾക്ക് നിങ്ങളുടെ 2 കുട്ടികളെയും, അതായത് ഒരു കുട്ടിയും കൂടി ഉണ്ടായാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ആ കുട്ടിയുടെ പഠിപ്പ് തൊട്ട് എല്ലാം നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒരു സെക്കൻഡ് ബേബി എന്നുള്ള നിലയിലേക്ക് പോവുക. എന്താ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അതാണ് പ്രാക്ടിക്കൽ. ബാക്കിയുള്ളതൊക്കെ സെന്റിമെന്റൽ ആണ്, എമോഷണൽ ആണ്, സെന്റിമെന്റൽ ആണ്. സെന്റിമെന്റലും ഇമോഷണലും നമുക്ക് ഇവിടെ വർക്കൗട്ട് ആവില്ല. ബിക്കോസ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ? സോ ഇങ്ങനെ എന്നോട് ചോദിച്ച കപ്പിൾസിനോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ആർ യു ഫിനാൻഷ്യലി സ്റ്റേബിൾ? നിങ്ങൾക്ക് രണ്ടാമതൊരു കുട്ടി ഉണ്ടായാലും 2 കുട്ടികളെയും ഒരുമിച്ച് അവരുടെ വേണ്ട രീതിയിൽ പഠിപ്പിക്കാൻ ഇന്നത്തെ കോസ്റ്റ് പ്രകാരം ഇനിയും അവർ പഠിച്ചു വളരുന്ന സമയത്ത് അവരുടെ ജനറേഷനിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന കോസ്റ്റും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. ഒറ്റയ്ക്ക് വളർത്തരുത്. ഓക്കെ, ഇമോഷണൽ ആയിട്ടുള്ള രീതിയിൽ അവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയായിട്ട് വളർത്തരുത്. സത്യമായിട്ട് ഞാൻ പറയാണ്, അതിന്റെ വിഷമം എന്താണെന്നുള്ളത് അതൊക്കെ ജനിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്കറിയില്ല എത്ര സിംഗിൾ ബോൺസ് ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിബ്ലിങ്ങിന് വേണ്ടിയിട്ട് ലോങ്ങിങ് ഉണ്ടെന്ന്. ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ് ഉത്തരം. ഞാൻ എത്രയോ ദിവസങ്ങൾ എനിക്ക് വിഷമിച്ച് ഞാൻ ഇരുന്നിട്ടുണ്ട്, എനിക്കൊരു കൂടപ്പിറപ്പിരുന്ന ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട്. അതൊരു വിഷമം തന്നെയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു ഏജ് വരയ്ക്കും നമ്മൾ വല്ലാണ്ട് എൻജോയ് ചെയ്യും. എന്താ വെച്ചാൽ എല്ലാം നമുക്ക് മാത്രം കെയർ, നമുക്ക് മാത്രം എല്ലാം എന്നുള്ളത്, അല്ലെ? പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അച്ഛനും അമ്മയ്ക്കും ആ ഒരു എന്താ പറയാ ഫിനാൻഷ്യലി ആ ഒരു ടൈമിൽ അവർ അണ്ടർഗോ ചെയ്ത പ്രോബ്ലംസ് കാരണം കൊണ്ട് ദേ തോട്ട് ലൈക്ക് വേണ്ട, ഇനിയൊരു കുട്ടിയും കൂടി വന്നാൽ നമ്മൾ ഫിനാൻഷ്യലി താങ്ങില്ല എന്ന് വിചാരിച്ചതുകൊണ്ടാണ് അവര് വേണ്ടാന്ന് വെച്ചത് എന്നാണ് പറഞ്ഞത് എന്നോട്. ബിക്കോസ് ഞാൻ പല പ്രാവശ്യവും അമ്മയുടെ അടുത്ത് കരഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരാളില്ലാണ്ട് പോയില്ലേ അമ്മേ എന്ന്. ഇപ്പോഴും എനിക്കത് ഭയങ്കര ഇമോഷണൽ ആണ്. അതായത് കല്യാണം കഴിഞ്ഞ് വന്നത് എനിക്ക് 2 അനിയന്മാരെ ഉള്ള വീട്ടിലേക്കാണ് ഞാൻ കല്യാണം കഴിഞ്ഞു വരുന്നത്. കണ്ണേട്ടന് 2 അനിയന്മാരാണ്. പക്ഷെ കല്യാണത്തിന്റെ എന്നെ പെണ്ണ് കാണാൻ വന്ന ആ ഒരു നിമിഷം തൊട്ട് കണ്ണേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളത് എന്താന്ന് വെച്ചാൽ, നീ എന്റെ 2 അനിയന്മാർക്ക് അമ്മയായിരിക്കണം എന്നാണ്. അത് പെണ്ണ് കാണാൻ വന്നപ്പോ, അതായത് ഒന്നും ഫിക്സ് ആയിട്ടില്ല, അപ്പൊ തന്നെ കണ്ണേട്ടൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, നീ എന്റെ 2 അനിയന്മാർക്ക് അമ്മയായിരിക്കണം, എന്റെ അമ്മ കഴിഞ്ഞാൽ നീ ആയിരിക്കണം എന്നുള്ളതാണ്. ഇന്നേ വരയ്ക്കും അവർക്ക് ഞാൻ ഒരിക്കലും ഒരു ഏടത്തിയമ്മയല്ല, അവർക്ക് ഒരിക്കലും ഞാൻ ഒരു വിൻചേച്ചിയല്ല. വിൻചേച്ചി എന്ന് അവരെന്നെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും എന്നെ ഏടത്തിയമ്മന്ന് വിളിക്കാറില്ല. 2 അനിയന്മാരും എന്നെ ഏടത്തിയമ്മന്ന് വിളിക്കാറില്ല. 2 അനിയന്റെ ഭാര്യമാർ എന്നെ ഏടത്തിയമ്മന്ന് വിളിക്കാറില്ല. എല്ലാവരും എന്നെ വിളിക്കുന്നത് വിൻചേച്ചി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും സ്ഥാനം കൊണ്ട് ഞാൻ അമ്മ കഴിഞ്ഞാൽ അവരുടെ അമ്മ തന്നെയാണ്. അതെന്റെ 2 അനിയന്മാർക്കും കണ്ണേട്ടന്റെ അനിയന്മാർക്കും അത് തന്നെയാണ്. ഞാൻ പോയ വീട് അങ്ങനെയാണെങ്കിൽ പോലും ആ വീട്ടിൽ പോകുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ടും സിബ്ലിങ്സിന്റെ അറ്റാച്ച്മെന്റ് എന്താണ് എന്നുള്ളത് ഞാൻ കണ്ണേട്ടനിലൂടെ മനസ്സിലാക്കുന്നത്. കണ്ണേട്ടനെ സംബന്ധിച്ചിടത്തോളം കണ്ണേട്ടന് ജീവനാണ്. 2 അനിയന്മാര് എന്ന് പറയുന്നത് കണ്ണേട്ടന് ജീവനാണ്. അത് കണ്ടിട്ടാണ് ഞാൻ കേറി പോകുന്നത്. അതാണ് എന്റെ ഫസ്റ്റ് വേർഡ്. എന്റെ ഭർത്താവാൻ പോകുന്ന ആളുടെ ഫസ്റ്റ് വേർഡ് അതാണ്. സോ ഒരിക്കലും എന്താ പറയാ, ആ ഒരു സിബ്ലിംഗ് എന്താണ്, ആ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് എനിക്ക് ആ കൂടുതൽ അണ്ടർലൈൻ ആയി വരുന്നതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെയായിരുന്നു. ഒരു 23-24 ഇയേഴ്സിൽ കല്യാണം കഴിയുന്ന സമയം വരയ്ക്കും ചില സമയങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഉള്ളൂ. ലൈക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, അച്ഛന്റെയും അമ്മയുടെയും കൂടി ഇരിക്കുന്ന സമയത്ത് എനിക്ക് ചില സമയങ്ങളിൽ ഫീൽ ചെയ്തിട്ടേ ഉള്ളൂ എനിക്കില്ല എന്നുള്ളത്. പക്ഷെ കൂടുതലും എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണ്. എന്ന് 30 വയസ്സ് കഴിഞ്ഞു അന്ന് മുതൽ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്, എനിക്കില്ലല്ലോ ആരും, എന്റെ ചോരാന്ന് പറയാൻ ആരുമില്ലല്ലോ. യെസ്, ഓഫ് കോഴ്സ് കസിൻസ് ഉണ്ടാവും, അമ്മാവിന്റെ മക്കളുണ്ടാവും, വല്യമ്മയുടെ മക്കളുണ്ടാവും, വല്യച്ഛന്റെ മക്കളൊക്കെ ഉണ്ടാവും. എത്ര കാലം? അതായത് എക്സ്ട്രീം ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എക്സ്ട്രീം ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത്
എന്റെ അച്ഛന്റെയും അമ്മയുടെയും കാലം കഴിഞ്ഞ വരൂ ചേച്ചി, ഇല്ലെങ്കിൽ വാടി, നിനക്കെന്താടി വിശേഷം എന്ന് അധികാരപൂർവം ചോദിക്കാൻ എനിക്ക് ആരുമില്ല. അതെനിക്ക് അറിയാവുന്ന സത്യം തന്നെയാണ്. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇവരെല്ലാവരും എന്നെ ആ ഒരു അമ്മയുടെ സ്ഥാനത്ത് കണ്ടിട്ടുണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ അവരുടെ ഇടത്തിയമ്മ തന്നെയാണ്. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് കൂടപ്പിറപ്പില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ആ സത്യം മറക്കാൻ പറ്റില്ല, മായ്ക്കാൻ പറ്റില്ല. ബിക്കോസ് കണ്ണേട്ടന്റെ അനിയന്മാരെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന വൈഫ്, അവർ രണ്ടുപേർക്കും ഒരാൾക്ക് സിസ്റ്റർ ഉണ്ട്, ഒടുവിലത്തെ ആൾക്ക് സിസ്റ്റർ ഉണ്ട്, മറ്റേ ആൾക്ക് ബ്രദർ ഉണ്ട്. സോ ഞാൻ ഒരാൾ മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിലൊക്കെ പോകുമ്പോൾ അനിയന്മാരുടെ ഭാര്യമാര് പറയും, അനിയൻ വന്നിട്ടുണ്ട്, അനിയന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ വരും, ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരട്ടെ. ഇല്ലെങ്കിൽ ഒടുവിലത്തെ അനിയന്റെ ഭാര്യ പറയും, അനിയത്തിയും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ. എനിക്ക് മാത്രം ആരുമില്ല അങ്ങനെയൊന്നും പറയാനോ എനിക്ക് പോവാനോ, അങ്ങനെയൊന്നും ആരുമില്ല. അതൊരു ദുഃഖം തന്നെയാണ്, അറിയോ. ഒരു എക്സ്ട്രീം ആയിട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാൻ പോലും എന്റെ അച്ഛനും അമ്മയും, ഞാൻ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള ഒരാളാണ്. അച്ഛനും അമ്മയുടെ അടുത്തും പറയേണ്ടതേ പറയാൻ പാടുള്ളൂ. അവര് പ്രായമായിട്ടുള്ള ആൾക്കാരാ അല്ലെ, അവരുടെ അടുത്ത് സംസാരിക്കേണ്ടതേ സംസാരിക്കാൻ പറ്റുള്ളൂ നമുക്ക്. പക്ഷെ എനിക്ക് എന്റെ അച്ഛനും അമ്മയും അല്ലാതെ വേറൊരാൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് ചോദിക്കാനില്ല, യു ആർ ഓക്കെ, നിനക്ക് വിശേഷമൊന്നുമില്ലല്ലോ എന്നാരും ചോദിക്കാനില്ല. അത് ഞാൻ എപ്പോഴും കണ്ണേട്ടന്റെ അടുത്ത് പറഞ്ഞ് സങ്കടപ്പെടാറുണ്ട്. അപ്പോഴൊക്കെ കണ്ണേട്ടൻ പറയാറുണ്ട്, നിനക്കല്ലേ രണ്ട് അനിയന്മാരുള്ളത്. ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയണ. അങ്ങനെ നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മാവന്റെ മക്കളും ഉണ്ട്, വലിയച്ഛന്റെ മക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ കണ്ണേട്ടൻ ഇപ്പോ അമ്മയെ വിളിക്കാതെ അനിയന്മാരെ വിളിക്കുന്നില്ലേ, അതേപോലെ അവര് ഏട്ടനെ വിളിക്കുന്നില്ലേ, അതുപോലെ എനിക്ക് ആരുമില്ല. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റും, ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വളർത്തരുത് മക്കളെ ഒരിക്കലും വളർത്തരുത് ഒറ്റയ്ക്ക്. ഞാൻ വളരെ പർട്ടിക്കുലർ ആയിരുന്നു കണ്ണേട്ടൻ്റെ അടുത്ത്. എന്തൊക്കെ കോംപ്ലിക്കേഷൻ വന്നാലും, ഇനിയിപ്പൊ ഞാൻ ഇല്ലാതായാലും എന്റെ മനുവിനൊരു തുണ വേണം, അവൻ ഒറ്റയ്ക്കാവരുത്, എന്നെ പോലെ ആവരുത് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം കോംപ്ലിക്കേഷൻസിലാണ് ഞാൻ കിച്ചുവിനെ പ്രസവിക്കുന്നത്. അതായത് പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരാളാണ്. ബിക്കോസ് അവൻ ഒറ്റയ്ക്കാവരുത്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഒരു കൂടപ്പിറപ്പ് വേണം. എന്താച്ചാ അതെനിക്ക് കാണുന്നുണ്ട്, എന്റെ മക്കളിലും കാണുന്നുണ്ട്. കിച്ചുവിനൊന്നും 5 മിനിറ്റ് തികച്ചിരിക്കാൻ പറ്റില്ല മനുവിനെ കാണാതെ. 1 മണിക്കൂറൊക്കെ മനുവൊക്കെ ട്യൂഷന് പോയാൽ കിച്ചു ഇവിടെ കിടന്ന് കാണിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. അതേമാതിരി കിച്ചു വല്ലവിടെയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനു ഇവിടെ കിടന്ന് കാണിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ആ ബോണ്ടൊക്കെ, അതായത് ചിലപ്പോ സംസാരിക്കായ, ചിലപ്പോ തമ്മിത്തല്ലുണ്ടാവും, ചിലപ്പോ കൂടപ്പിറപ്പുകൾ തമ്മിൽ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും, വഴക്കുണ്ടാവും. ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കുക, അത് അടുത്ത ജന്മം പറ്റൂ? ഈ ജന്മല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് കൂടപ്പിറപ്പുകളുടെ കൂടെ തമ്മിത്തല്ലിയിട്ടോ വഴക്കിട്ടിട്ടോ ഈ ഒരു ജന്മേ പറ്റൂ. ഒരു ഗർഭപാത്രത്തിൽ ജനിക്കാൻ ഈ ഒരു ജന്മേ പറ്റൂ. ചിലപ്പോ എല്ലാപ്പോഴും പറ്റണമെന്നില്ല. അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ട്രഷർ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളെല്ലാവരും എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ടോപ്പിക് എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബിക്കോസ് ഞാൻ തളർന്നു പോകുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്. ബിക്കോസ് അതൊരു പെൺകുട്ടിക്ക് അറിയുള്ളൂ. എത്രയോ ഘട്ടങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഒരേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അനിയത്തിക്കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തമ്മ വിശേഷം, ഇല്ലെങ്കിൽ എൻ്റെ ഒരു ഏട്ടനും ഭാര്യയും വീട്ടിലേക്ക് വരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഞാനൊരു ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ, ഇല്ലെങ്കിൽ എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ, എന്താടി വിശേഷം, നീ അമ്മയെ വിളിച്ചോ, നീ എപ്പോഴാ നാട്ടിലേക്ക് വരണേ,
അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് കേപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ മുന്നോട്ടേക്ക് ആ ഒരു 2 പേരെയും ഒരുമിച്ച് അവരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളും എല്ലാം തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കും തന്നെയും വളർത്തരുത് മക്കളെ. എന്തായാലും അവർക്കൊരു തുണ വേണം. സിബ്ലിംഗ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത് അവരുടെ ഇമോഷണൽ, അവരുടെ ഫിസിക്കൽ, അവരുടെ ആ ഒരു മെന്റൽ സ്ട്രെങ്ത് എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ഇപ്പം അറിയില്ല നിങ്ങൾ എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നതെന്ന്. പക്ഷെ അവർ വലുതാവുന്ന സമയത്ത് നിങ്ങളെ താങ്ക് ചെയ്യും. എന്തിനാണെന്നറിയോ? അറ്റ്ലീസ്റ്റ് ഒരാൾ അവർക്ക് ഉണ്ടല്ലോ എന്ന്. ഓക്കെ, സോ ഇന്നത്തെ ചർച്ചാ വിഷയത്തിൽ ഞാൻ കുറച്ച് ഡൗൺ ആണ്, ബിക്കോസ് ടോപ്പിക് അങ്ങനത്തെയാണ്. ബാക്കി എന്തിനും എനിക്ക് സംസാരിക്കാൻ വളരെ ബോൾഡായിട്ട് ഞാൻ സംസാരിക്കും. ഞാൻ തകർന്നു പോകുന്ന ചില കാര്യങ്ങളിൽ ഒരെണ്ണാണിത്. എനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആരും ഇല്ല എന്നുള്ളത്. അതായത് നാളെ മേലാൽ എൻ്റെ അച്ഛനും അമ്മയും ഇല്ലാതായ ഞാൻ ആരുടെ അടുത്ത് പോവും, ആരുടെ വീട്ടിലേക്ക് കയറി പോവാനുണ്ട് എനിക്ക് എന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. സോ ഇപ്പൊ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ നോക്കിയേ പറ്റൂ. സോ ഇന്നത്തെ ചർച്ചാ വിഷയത്തിൽ ചർച്ചയിലുള്ള ആള് തന്നെ ഇമോഷണൽ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. സോ പ്ലീസ്, നിങ്ങൾക്ക് ഫിനാൻഷ്യലി പറ്റുമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, രാവിലെ എണീച്ച് കരയിപ്പിച്ചു ഒക്കെ തന്നെ കിട്ടും നോക്കാം. ഇനി ഒരു ഐസ്ക്രീം കഴിക്കണം, ഈ വിഷമം മാല. അപ്പൊ ശരിയാവുള്ളൂ. ഓക്കെ, അപ്പൊ സിമ്പിളായിട്ടുള്ള ലെമൺ ഇഡ്ലി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ടു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചില സമയത്ത് നമ്മൾ അവനവൻ്റെ ആൾക്കാരുടെ അടുത്തൊക്കെ ഇമോഷണൽ ആവാറില്ലേ, അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. എല്ലാപ്പോഴും ഭയങ്കര ബോൾഡായിട്ടും പറ്റില്ലല്ലോ. നമുക്കും ഒക്കെ സോഫ്റ്റ് കോർണേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. ഓക്കെ ദെൻ, അപ്പൊ നമുക്ക് കാണാം വീണ്ടും പുതിയൊരു വിഷയവുമായി ചിറ്റ് ചാറ്റിൽ. നാളെ എന്താണ് എന്ന് ടോപ്പിക്ക് ഞാൻ നോക്കട്ടെ. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഒരു 15-20 പേര് ഒരേപോലെ ചോദിക്കുമ്പോഴാണ് ഞാൻ ആ ടോപ്പിക് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ കാണാം. Till then, take care and bye-bye.